ശ്യാമ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ നടനാണ് ബാല. ബാല യഥാർത്ഥത്തിൽ കേരളീയനല്ല, പക്ഷേ കേരളത്തിൻ്റെ സ്വന്തം നടനാണ് ബാല. എന്നും വിവാദങ്ങൾ അതുമായി ഇങ്ങനെ പോകുന്ന ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമൃത ഇപ്പോൾ ഒരു പരാതി ബാലയ്ക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കൊടുത്ത രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നാണ് അമൃത സുരേഷ് പരാതി കൊടുത്തിരിക്കുന്നത്. വ്യാജ ഒപ്പിട്ടു, അതുപോലെ തന്നെ ഈ മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക പിൻവലിച്ചു എന്നൊക്കെ പറയുന്ന ഗൗരവതരമായ പരാതി അമൃത കൊടുത്തിരിക്കുന്നു. എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്? അതോടൊപ്പം ഇതിൻ്റെയൊക്കെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളുമുണ്ട്. അത് അമൃതയ്ക്കെതിരായിട്ടുള്ള കമൻറ്റുകളാണ്. അച്ഛനെ വേണ്ടാത്ത ആളുകൾക്ക് എന്തിനാണ് അച്ഛൻ്റെ പൈസ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് യഥാർത്ഥ സംഭവം? അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കോംപ്രമൈസ് എഗ്രിമെൻറ്റിൻ്റെ 5ാമത്തെ പേജ് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ വ്യാജ ഒപ്പിട്ടിട്ടുണ്ട്. അമൃതയുടെ ഒപ്പ് വ്യാജമായി ബാല തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകളിൽ കൃത്രിമം കാണിച്ചു, സ്വത്തുവകകളിൽ കൃത്രിമം കാണിച്ചു. എന്തൊക്കെ സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൊടുത്ത രേഖകളിൽ ബാല കൃത്രിമം കാണിച്ചു. പിന്നെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കുന്നില്ല, കുട്ടിയുടെ പേരിലുള്ള പ്രീമിയം അടയ്ക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ പേരിൽ FD ഇട്ടിരുന്ന 15 ലക്ഷം രൂപ ബാല പിൻവലിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ അമൃത സുരേഷിൻ്റെ പരാതി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ്, വഞ്ചന, കൃത്രിമം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളിട്ട് ബാലയ്ക്കെതിരെ ഇന്നലെ വൈകുന്നേരം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസ് FIR ഇട്ടു. ബാലയ്ക്ക് എതിരെ ഓൾറെഡി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതുപോലെ തന്നെ സൈബർ IT ആക്ട് പ്രകാരമുള്ള കേസുകളൊക്കെ ഉള്ള ആളാണ്. അതിനു മുമ്പ് വധഭീഷണി കേസ് ഒരെണ്ണം ബാലയുടെ പേരിൽ ഉണ്ട്. പിന്നെ നേരത്തെ കൊടുത്തിരുന്ന ഒരു ഗാർഹിക പീഡന കേസ്, അതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇത് ബാല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ബാല നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വീട് ഉപേക്ഷിച്ച് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്തെ വൈക്കത്താണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ കോകിലയും ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബാലയ്ക്ക് നേരത്തെ ഈ കണ്ടീഷൻ ബെയില നൽകിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ബാലയുടെ ജാമ്യം റദ്ദാക്കാനാണോ ഈ ഒരു ശ്രമം എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെയും സംശയിക്കേണ്ടി വരും. പിന്നെ ബാല പ്രീമിയം അടച്ചോ ഇല്ലയോ എന്നും നമുക്ക് പറയാനും പറ്റില്ല. അതൊക്കെ ബാലയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ബാലയ്ക്കും അമൃതയ്ക്കും മാത്രം അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് മൂന്നാമതൊരാൾക്ക് അറിയുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അദ്ദേഹം പ്രീമിയം അടച്ചോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം പിൻവലിച്ചോ എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ പോലീസിൽ ഇനി പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട, ഈ എഗ്രിമെൻ്റ് തന്നെ പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ഡിവോഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു കോംപ്രമൈസ് എഗ്രിമെൻ്റ് വരും. ആ എഗ്രിമെൻ്റ് തന്നെ പൂർണ്ണമായും പരിശോധിച്ചാൽ ഈ എഗ്രിമെൻറ്റിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം അറിയാൻ പറ്റും. പക്ഷേ ബാലയ്ക്കെതിരെ പെട്ടെന്ന് തന്നെ FIR ഇട്ടു. അതിവേഗം FIR വീണു. അധിക സമയം പോലീസ് കാര്യത്തിൽ വെയിറ്റ് ചെയ്തില്ല, FIR വീണു. അപ്പോൾ ഈ FIR വീണ സ്ഥിതിക്ക് ഇനി ഇദ്ദേഹത്തിൻ്റെ പോലീസ് കൊണ്ടുപോയി FIRൻ്റെ വിവരം വെച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി പ്രധാനം. അതായത് ജാമ്യം റദ്ദാക്കണം, ബാലയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇപ്പോൾ ബാലയുമായി ബന്ധപ്പെട്ട് ബാലയുമായി ഒരു മാധ്യമ പ്രവർത്തകൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ നിരന്തരം കേസുകളിൽ ഇവർ കൊടുക്കുകയാണ്, ഓരോ ദിവസവും ഓരോ കേസുകളാണ് എനിക്കെതിരെ വന്നിരിക്കുന്നത്, ഇപ്പം നിരവധി കേസുകൾ വന്നു എന്നാണ് ഞാൻ അറിയുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. അവിടെയും അദ്ദേഹം ഈ പറയുന്ന എഗ്രിമെൻറ്റ് ഇതിനെക്കുറിച്ച് പറയുന്നില്ല, ഈ FD പിൻവലിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഈ മകളെന്ന് പറയുന്ന അവന്തിക എന്ന് പറയുന്ന കുഞ്ഞ് ഈ ബാലേൻ്റെ അച്ഛനല്ല, പരസ്യമായി തള്ളിപ്പറഞ്ഞത് കൂടിയാണ്. അപ്പം അതിൽ തന്നെ ബാല അതിനുശേഷം നൽകിയ മറുപടി, ഇക്കാര്യത്തിൽ മകളുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലുള്ള കമൻറ്റുകളും ഞാൻ ഇടുകയോ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ ചെയ്യില്ല, ഇതിവിടെ അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം ബാല ഒരു പോസ്റ്റ് ഇട്ട ശേഷമാണ് ബാലയ്ക്കെതിരെ പരാതി പോയത്. മകളെ അടക്കം കേസുകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമൃതയുടെ പരാതി
അവിടേക്ക് എത്തിയത്. പലരും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ദിലീപിനെയും മഞ്ജു വാര്യറിനെയും കണ്ടുപഠിക്കണം. അവർ നിയമപരമായി ബന്ധം വേർപിരിഞ്ഞ രണ്ടുപേരാണ്. ഇന്ന് വരെ അവർ രണ്ടുപേരും മറ്റുള്ളവരൊക്കെ വന്ന് ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഒക്കെ ബഹളം ഇടുന്നുണ്ട്, വിഴുപ്പലക്കുന്നുണ്ടെന്നല്ലാതെ ഇവർ രണ്ടുപേരും ഇന്നേ വരെ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന തരത്തിലോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പോലും മഞ്ജു വാര്യറിനെ കുറിച്ച് നല്ല വാക്കുകളാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബന്ധം വേർപിരിഞ്ഞു, അവർ രണ്ട് ജീവിതത്തിലേക്ക് പോവുകയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഈ നിരന്തരം പ്രശ്നങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരാളെ ബന്ധം വേർപിരിഞ്ഞു പോയ രണ്ടുപേര് തമ്മിൽ പഴയതുപോലെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതെ അതെ, ഇവർ 2010 വിവാഹിതരാവുന്നത്. 9 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. അതിൽ 2019 കൂടിയാണ് ഇവരുടെ ഈ എഗ്രിമെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ കോംപ്രമൈസ് എഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത് 2019. അവർ 2019 വേർപിരിഞ്ഞു. 2019 വേർപിരിഞ്ഞ ശേഷമാണ് ഈ തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള എലിസബത്ത് അവരെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം ആ ബന്ധവും അധിക നാൾ നിലനിന്നില്ല. ശാസ്ത്രീയ ഒന്നും കാര്യമായ പ്രതികരണമൊന്നും ഇക്കാര്യത്തിലൊന്നും നടത്തിയില്ല. ഒരു വലിയ കേസുകൾക്കും കൂട്ടങ്ങൾക്കും ഒന്നും നടക്കാതെ അവരവരുടെ വഴി നോക്കിപ്പോയി. പിന്നെയാണ് ഈ പറയുന്ന കോകിലയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷമാണ് ബാല സ്വന്തം ഈ വൈക്കത്തേക്ക് താമസം മാറുകയും കോട്ടയം വൈക്കത്തേക്ക് താമസം മാറുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അമൃതയുടെ ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബാല അതിനു മുമ്പ് തന്നെ വിവാഹിതനാണ് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹം വേറൊരു വിവാഹം കഴിച്ചിരുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെ വിവാഹം കഴിച്ചത്. മാത്രമല്ല വിവാഹത്തിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് തന്നെ ഈ വിവരം തമിഴ്നാട്ടിൽ നിന്നും അറിയിക്കുന്നത്. ബാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ് തന്നെ ഈ വിവരം അറിയിച്ചതെന്നും പിന്നീട് ഈ വീട്ടിൽ ഉപദ്രവവും ദേഹോദ്രവവും ബാലയുമായി ഒട്ടും ജീവിക്കാൻ പറ്റാത്ത ഘട്ടം എത്തിയപ്പോഴാണ് താൻ കുഞ്ഞുമായി അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് അമൃതയുടെ അന്നത്തെ ഇതിൽ പറഞ്ഞിരുന്നത്. ഇപ്പം ജോണേട്ടൻ പറയുന്നത് പോലെ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എന്താ പറയുക ഏറ്റവും വലിയ ശത്രുക്കളാണ്. അതെ, ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. പരസ്പര വിശ്വാസമില്ല, എന്ത് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവർ വളരെ എന്താ പറയുക ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന പോലെയാണ് ഇവർ രണ്ടുപേരും. അതെ, അല്ല ഇക്കാര്യത്തിൽ അന്നേരം ഇവർ വേർപിരിഞ്ഞു. അയാൾ പോയി വേറെ കല്യാണം കഴിച്ചു, ഇവരും പിന്നീട് വേറൊരു ബന്ധത്തിലേക്കൊക്കെ പോയി, അത് സക്സസ് ആയില്ല. അവരങ്ങനെ പോവുക. പിന്നെ അത് ബന്ധം ഒഴിഞ്ഞു പോയ ആളിനെ പിന്നെ തോട്ട് വെച്ച് അയാളെ വീണ്ടും വലിക്കുക, വീണ്ടും കൊണ്ടുവരിക. ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അറിഞ്ഞിട്ടില്ല. നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു മാധ്യമത്തിന് കണ്ടുപിടിക്കാൻ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഇതിന്റെ രേഖ പുറത്തുവിട്ടാൽ മാത്രമേ ഇത് കോടതി കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യം. രേഖ പുറത്തുവിട്ടാലും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ബാങ്കിൽ പോയിട്ട് ബാലയുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് പോയി പണി നോക്കാൻ പറയും. ഒരാളുടെ FD-യിൽ എത്ര രൂപയുണ്ടെന്ന് അയാൾ അറിയേണ്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈക്കോടതിയിലൊക്കെ കൃത്രിമ രേഖയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റകൃത്യമായി കണക്കാക്കേണ്ടി വരും. അത് കോടതി ഇടപെടും ആ കാര്യത്തിൽ. ഇത് ബാലയെ പൂട്ടാനുള്ള പരിപാടിയല്ല. ചില വക്കീലന്മാരുടെ ചില പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇത് അഭിഭാഷകരുടെ നിർദ്ദേശമാണ്, കക്ഷി അറിയണമെന്നില്ല. അല്ല, അഭിഭാഷകരുടെ നിർദ്ദേശമാണ്. ഈ അമൃതയ്ക്ക് അഭിഭാഷകനുണ്ട്. അഭിഭാഷകൻ പറയുന്ന പ്രകാരമാണ് അമൃത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു അഭിഭാഷകന്റെ ബുദ്ധിയാണ്. ഇത് ഈ പറയുന്ന പോലെ ഇത് നോർമലായിട്ടുള്ള ഒരാളുടെ, ഇത് നിയമം അറിയാവുന്ന ഒരാളുടെ ബുദ്ധിയാണ്. നിയമം അറിയാവുന്ന ഒരാളുടെ ബുദ്ധിയാണ്. ആ നിയമം അറിയാവുന്ന ആൾ പറഞ്ഞ പ്രകാരമുള്ള മൊഴി പിന്നെ സ്റ്റേഷനിൽ കൊടുത്തത് കൊണ്ടാണ് ഇത്രയധികം വകുപ്പുകൾ ഇട്ട് ബാലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിയമം അറിയാവുന്ന ആളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബാല ഈ പറഞ്ഞതുപോലെ എന്തും വിവാദങ്ങളിൽ ഇങ്ങനെ ആറാടുന്ന ഒരാളാണ്. 2023 ഈ ബാലയുടെ കഷ്ടകാലം തുടങ്ങുന്നത്. 2023 മുതൽ പ്രശ്നങ്ങളാണ് ബാലയുമായി ബന്ധപ്പെട്ട്. 23 ആദ്യം പല പ്രശ്നങ്ങളുണ്ടായി. അതിലൊരു പ്രശ്നമായിരുന്നു ഇടപ്പള്ളിയിൽ ആ ഫ്ലാറ്റിൽ പോയിട്ട് ആ ചെകുത്താൻ എന്ന് പറയുന്ന അയാളെ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം. അതിൽ കേസായി. അതിൽ ഈ പറയുന്ന പോലെ ബാല എന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തുവിട്ട് ഞാൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, എൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് ഞാൻ അവനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, തോക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് ബാല അക്കാര്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ബാല പൊതുവെ കുറച്ച് ഒതുങ്ങി പിന്നെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടാൻ താല്പര്യമില്ല. കൊച്ചി വിട്ടത് തന്നെ അതുകൊണ്ടാണ്. കൊച്ചിയിൽ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ഒരു സുഹൃത്ത് വലയം തന്നെയുണ്ട്. അന്ന് ഈ അമൃതയുടെ പരാതിയിൽ
അന്ന് പരാതി പിന്നെ കേസെടുത്തത് ഈ പിന്നെ മാനേജർ രാജേഷിനെതിരെ അന്ന് കേസെടുത്തായിരുന്നു. പിന്നെ സുഹൃത്ത് അനന്തകൃഷ്ണനെതിരെ അന്ന് കേസെടുത്തിട്ടുണ്ടായിരുന്നു. അമൃത പറയുന്നത് ദിവസവും അവിടെ സുഹൃത്തുക്കൾ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ്. വന്ന് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ മദ്യപാനവും അവർക്ക് എന്താ പറയുക കറി ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ ജോലി എന്നൊക്കെയാണ് അമൃത ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. അപ്പം അദ്ദേഹം അതുകൊണ്ടാണ് കൊച്ചി വിട്ടത്. ഇത്രയും വലിയ സുഹൃത്ത് വലയം നിൽക്കുമ്പോൾ എങ്ങനെയായാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടുമോ എന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം വൈക്കത്തേക്ക് മാറിയതാണ്. അപ്പോൾ അദ്ദേഹം ഒതുങ്ങി ജീവിക്കുമ്പോൾ ഈ കേസിൻ്റെയും കൂട്ടത്തിൻ്റെയും ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ടുപേർക്കും സാമ്പത്തികമുണ്ട്. രണ്ടുപേർക്കും സാമ്പത്തികമുണ്ട്, ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും രണ്ടുപേർക്കുമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും കേസുകൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ബാലയും കോടതിയിൽ കയറേണ്ടി വരും, ഈ പരാതി കൊടുത്തിരിക്കുന്ന അമൃതയും കോടതിയിൽ കയറേണ്ടി വരും. രണ്ടുപേരും കോടതി ചെന്നേ പറ്റും. ഒരു ഘട്ടം മുഴുവൻ ഇവർ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങിയവരാണ്. വീണ്ടും ഇവരൊക്കെ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അപ്പം അത് ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ, ഒരു മനുഷ്യനെ ഇങ്ങനെ ശത്രുതാ മനോഭാവത്തോടു കൂടി നശിപ്പിച്ച് കളയാൻ ഇങ്ങനെ ഇല്ലെങ്കിൽ, ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി ബാലയെ പോലൊരു മനുഷ്യനെ നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. അല്ല, അത് ശരിയാണ്. അങ്ങനെ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതിൻ്റെ തെളിവുകളും രേഖകളും ഒക്കെ അത് തന്നെ. അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തു വിടണം. പുറത്തു വിട്ടാൽ മാത്രമേ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഏതായാലും ജോണേട്ടൻ പറഞ്ഞതുപോലെ രണ്ടുപേരുടെ ഭാഗത്ത് രണ്ടുപേരെയും അനുകൂലിച്ച് ആളുകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും കൂടുതൽ പേര് പിന്തുണയ്ക്കുന്ന ബാലയാണ്. നിരന്തരം കേസുകൾ വരുമ്പോൾ ഈ ബാലയോടൊരു സിമ്പതി ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇക്കാര്യത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ശരി.